ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ കാണുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയി വന്നിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി. ഇന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വൈകിട്ട് ഞാൻ പോയത് താത്ത താമസിക്കുന്ന അവിടേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞാനും ഉമ്മയും മോനും ഞങ്ങളെല്ലാവരും കൂടെ തറവാട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഒരു വൈകുന്നേരത്താണ് പോണത്. അപ്പോൾ ഇവിടെ ഉമ്മ താത്താൻ്റെ കൂടെയാണ് കേട്ടോ ഉമ്മ ഉള്ളത്. അപ്പോൾ ഉമ്മ എവിടെയാണോ അവിടെയല്ലേ നമ്മൾ പോവുക. അപ്പോൾ അതാ ഉമ്മ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ടൗണിൽ നിന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ ഞങ്ങളെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കാം. മോനോട് പോയിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് വരാൻ പറയാണ് കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ ആയി കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് വീട്ടിലൊക്കെ പോയി വരുമ്പോൾ ഒരു സന്തോഷം തന്നെ കേട്ടോ. പോണ ഒരു സന്തോഷം ഉണ്ടാവില്ല തിരിച്ചു വരുമ്പോഴല്ലേ, ഭയങ്കര സങ്കടമാവും. വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അത് മിക്കവാറും എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളൊരു ഇതാണല്ലേ. അപ്പോൾ ഇതാണ് ഊട്ര എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഞങ്ങൾ കൊല്ലങ്കോട് എത്തണ്ട, കൊല്ലങ്കോടിൻ്റെ ഇപ്പുറം. അപ്പോൾ ഞങ്ങളിങ്ങനെ റോഡിൽ മോനെ കാത്ത് നിൽക്കാട്ടോ. അപ്പോൾ ഓരോരുത്തരെ അറിയുന്നവരിങ്ങനെ വന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ മൂത്തച്ഛൻ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂത്തച്ഛൻ ഞങ്ങൾ വന്നത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെന്തായാലും അങ്ങോട്ട് തന്നെയല്ലേ. അപ്പോൾ അവരെന്തോ സാധനത്തിന് വേണ്ടിയിട്ട് അവൾക്ക് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയൊക്കെ എടുത്തതാ പോവുകയാണ്. അപ്പോൾ രാത്രി ആവുകൊണ്ട് അങ്ങനെ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. കാണാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ മഴക്കാലത്ത് വരുന്ന പോലെയല്ല, വേനൽക്കാലത്ത് വന്നാൽ പച്ചപ്പൊന്നും ഉണ്ടാവില്ല. എല്ലാതും ഉണങ്ങി, പാടമൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പാടമൊക്കെ നല്ല ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ പിന്നെ പുറത്തെ കാഴ്ചകളൊന്നും വല്ലാതൊന്നും കാണാനുണ്ടാവില്ല. ഇത് പിന്നെ ചെറിയ ചെറിയ വീടുകളും അതുപോലെ തന്നെ വേലി അങ്ങനെയൊക്കെ ഉള്ളൊരു കാഴ്ചകൾ തന്നെ കാണും രാത്രി. ചെറിയ ചെറിയ കടകൾ. ഇതൊരു ടൈലർ ഷോപ്പാണ് കേട്ടോ. അത് പണ്ട് തന്നെ ഉള്ളതാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതലുള്ള ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഒരു മാറ്റവും ഇല്ല എപ്പോഴും. പിന്നെ ഇതാണ് കൊല്ലങ്കോട് സ്റ്റേഷൻ കേട്ടോ, റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇത് കൊല്ലങ്കോട് അല്ല കേട്ടോ. ഈ കൊല്ലങ്കോട് ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. അപ്പോൾ പറയുന്നത് കൊല്ലങ്കോട് സ്റ്റേഷൻ കേട്ടോ അവിടെ പറയാറ്. പിന്നെ ഇതൊക്കെ ഒഴിഞ്ഞു കിടന്ന പറമ്പാട്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ വാങ്ങി ആളുകൾ വീടൊക്കെ വെക്കാൻ തുടങ്ങി. കുറേ പേര് വെച്ചിട്ടുണ്ട്, കുറേ പേര് വെക്കാൻ വേണ്ടി സ്ഥലമൊക്കെ വാങ്ങി റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പണ്ടൊക്കെ ഞാൻ സ്കൂളിലേക്കൊക്കെ വന്ന വഴികളാണ് കേട്ടത്. പിന്നെ ഇത് മില്ലാണ്. നമ്മളെ ഇതും എൻ്റെ ചെറുപ്പം മുതലുള്ള മില്ലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വലിയ 2 പട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അത് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു പേടി തോന്നും. എന്താ വെച്ചാൽ മതിലൊക്കെ എടുത്ത് ചാടും. അത്രയും നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ അത് കുട്ടികൾക്ക് പൊതുവെ വരുന്ന കുട്ടികൾക്കൊക്കെ പേടിയാണ്. അവിടെ എത്തിയാലൊന്ന് സ്റ്റോപ്പാകും ഏത് കുട്ടികൾ. അപ്പോൾ എന്താ വെച്ചാൽ പേടിയായിട്ട് കേട്ടോ. അത് അത്രയും ഇതാണ്, കണ്ടാൽ തന്നെ നമ്മൾ പേടിക്കും. അത്രയും വികൃതമായൊരു രൂപത്തിലുള്ളൊരു പട്ടി. അപ്പോൾ അതുണ്ടല്ലേ, പാടത്താണ് കൊടിയൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പാടമൊക്കെ ഉണങ്ങി നല്ല ഗ്രൗണ്ട് പോലെ ഇരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പച്ചപ്പൊന്നും ഉണ്ടാവില്ല, കാണാൻ അത്ര വലിയ പ്രകൃതി രമണീയമായ സ്ഥലമാണെന്നൊക്കെ പറയും. പക്ഷേ വേനൽക്കാലത്ത് ഇല്ല കേട്ടോ, അത് മഴക്കാലത്താണ് രസം. പിന്നെ കൊല്ലങ്കോട് നമ്മൾ ചിങ്ങഞ്ചിറ ആ ഭാഗമൊക്കെ അവിടെയൊക്കെ പ്രകൃതി ക്ഷേത്രം പല കാണാനുണ്ടല്ലോ. അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വീട് ഇതാ എത്തിയിട്ടുണ്ട്. നമ്മുടെ അന്തേട്ടൻ്റെ ചായക്കട അടച്ചിട്ടില്ല കേട്ടോ. അന്തേട്ടൻ അവിടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. അമ്മായി എവിടെയെന്ന് അറിയില്ല, അമ്മായി എന്തോ പണിയിലാണ് കേട്ടോ. പുറത്തൊന്നും കാണാനില്ല, വാതിലൊക്കെ തുറന്നിട്ടിരിക്കണം. പിന്നെ ഞങ്ങളിവിടെ എത്തിയതും നല്ല മഴക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ വിരുന്ന് വന്ന അന്നും മഴ പെയ്തു, പിറ്റേ ദിവസവും മഴ പെയ്തു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ അവിടെയൊക്കെ മഴ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു നല്ലൊരു മാവ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ വഴി ശരിയാക്കാൻ വേണ്ടിയിട്ട് അത് മുറിച്ചു കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം വീട്ടിലത്തെ മാങ്ങ കിട്ടിയില്ല. ഇനിയിപ്പോൾ മാങ്ങ നമുക്ക് അവിടെ പെരിന്തൽമണ്ണ പിന്നെ മാങ്ങയും ചക്കയും പറഞ്ഞ പോലെയൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ രാധൻ്റെ മോന് അവിടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഞങ്ങളെ കണ്ടിട്ട് നോക്കുകയാണ്. അവന് ഞങ്ങൾ വന്നാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ചെറിയ മോനുണ്ടല്ലോ, ചെറിയ മോൻ്റെ ഇപ്പം കളിക്കാനും നല്ല കമ്പനിയാണ് അവർ രണ്ടാളും. പറയാൻ കുറേ മാസങ്ങൾക്ക് ശേഷം കാണുള്ളൂ കേട്ടോ. എന്നാലും അവന് ഭയങ്കര ഒരു ഇതാണ് 2 പേരും. പിന്നെ പോകുന്നവരെ 2 ആളും ഒരു നല്ല ചങ്കുകളാണ് കേട്ടോ. വികൃതിയൊക്കെ കാണിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. പക്ഷെ എന്നാലും അവൻ പോവില്ല. ഞങ്ങളെ വീട്ടിൽ തന്നെ, ഞങ്ങൾ പോണ വരെ ഇനി അവിടെ തന്നെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രി തറവാടിന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും താത്തയും കൂടെ ഒരു സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ.
വേറെ ഒന്നുമല്ല, നമ്മളെ പുതിയ സിനിമയല്ലേ വാഴ, അത് കാണാൻ വേണ്ടി പോകണം. അപ്പോൾ ചെറിയ ആൾക്ക് കുറേ ആയി ആ സിനിമ ഇറങ്ങിയപ്പോൾ തുടങ്ങിയ ഒരു പറച്ചിലാണ് കേട്ടോ. അവനെ ആരും കൊണ്ടുപോയിട്ടില്ല വീട്ടിൽ നിന്നും. അവർ വലിയ ആളും കാക്കും എല്ലാവരും പോയി, അപ്പോൾ അവനൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു നമുക്ക് പാലക്കാട് പോയിട്ട് അവിടെ ഉണ്ട്, അവിടെ പോകാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞാനും താത്തയും മോനും കൂടെ പോകാം കേട്ടോ. അപ്പോൾ താത്ത വണ്ടിയൊക്കെ ഓട്ടും കേട്ടോ. അങ്ങനെ ഇതാ കൊല്ലങ്കോട് തങ്കരാജ് എന്ന് പറഞ്ഞൊരു തിയേറ്ററിലേക്കാട്ടോ. അപ്പോൾ ഈ വഴിയൊക്കെ ഞാൻ വന്നിട്ട് കുറേ കാലമായിട്ടോ. ഇതൊക്കെ ഞാൻ സ്കൂളിൽ പോണ വഴികളായിരുന്നു. കുറേ ആയി എന്ന് വെച്ചാൽ ഒരു എത്ര വർഷം തന്നെ എനിക്ക് പറയാനാവില്ല കേട്ടോ. ഞാൻ വരും, അവിടെ ഞങ്ങളെ വീടും ആ ചുറ്റുവട്ടം ഒക്കെ കറങ്ങി തിരിഞ്ഞ് എല്ലാവരെയും കണ്ട് 2 ദിവസം 3 ദിവസം നിൽക്കും പോകുന്നല്ലാതെ ഈ കൊല്ലങ്കോട് ഈ ഭാഗത്തേക്കൊന്നും ഞാനങ്ങനെ വരാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഓരോരോ മാറ്റങ്ങൾ കേട്ടോ, പല എന്തൊക്കെയോ ഒരു മാറിയ പോലെ ഉണ്ട്. അങ്ങനെ അതാ ഞങ്ങൾ സിനിമ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആരുമില്ല കേട്ടോ, എല്ലാവരും കണ്ട് കഴിഞ്ഞിരിക്കണം. വാഴ ഞങ്ങൾ പോകണമെന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ. അന്ന് പിറ്റേ ദിവസം പോയതാണെങ്കിൽ കാണാൻ പറ്റിയില്ല, അത് മാറ്റിയിരുന്നു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. അങ്ങനെ ആരും അധികം ഉണ്ടായിരുന്നു, ഞങ്ങൾ 8 9 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് നല്ല നിശബ്ദതയോടെ നല്ല സൈലൻ്റ് ആയിരുന്നു റൂമൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ വിരുന്നൊക്കെ കഴിഞ്ഞ് ഞാൻ പെരിന്തൽമണ്ണയിൽ എത്തിയിട്ടോ കൂട്ടുകാരെ. അപ്പോൾ അന്ന് ഇവിടെ വന്നപ്പോഴും വൈകുന്നേരം നല്ല കാറ്റും മഴയൊക്കെയാണ് കേട്ടോ. അപ്പോൾ മാങ്ങ ചാടുന്നുണ്ടോ നോക്കി നിൽക്കുക കേട്ടോ മോനും ഞാനും. അപ്പോൾ കാറ്റത്ത് ഇങ്ങനെ കുറേ മാങ്ങ ചാടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ നമ്മുടെ 10 മണി ചെടികൾ, സോറി തൈയല്ല കേട്ടോ, തൈയും വേറെ ഇതിന് ചെടി എന്തെങ്കിലുമൊക്കെ പറയില്ലേ. അപ്പോൾ ഇതാ അങ്ങനെ വിരിഞ്ഞ് നല്ല അടിപൊളി ഭംഗിയുള്ള പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയതിന് ശേഷം കുറേ പൂവൊക്കെ വിരിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു കേട്ടോ കാക്കു. പിന്നെ അത് നമ്മുടെ തൈ വെച്ചതൊക്കെ ഒന്ന് വലുതായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ, വൈകുന്നേരം നല്ല കാറ്റും മഴയൊക്കെ ആയിട്ട് നമ്മളെവിടെ എത്തിയോ അവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, അതുപോലെ മറക്കാതെ ലൈക്കും ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം കേട്ടോ. ബൈ.